കേരള NGO അസോസിയേഷൻ പിളർപ്പിലേക്ക് വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. വിജിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇരുഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്താണ് പ്രധാനമായും പിളർപ്പിലേക്ക് എത്തിച്ച കാരണം? വലിയ തരത്തിലുള്ള തർക്കമാണ് ഈ NGO യൂണിയന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ, NGO അസോസിയേഷന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടന്നത്. ഇന്ന് രാവിലെ മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ വലിയ തർക്കമുണ്ടാവുകയും ഭാരവാഹികളെ തീരുമാനിക്കാനുള്ള അജണ്ട പോലും തീരുമാനിക്കാതെ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയൻ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇതിൽ KPCC ജനറൽ സെക്രട്ടറി M ലിജു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. N ലിജുവിന്റെ കഴിവുകേടാണ് ഇത്തരത്തിൽ ഭാരവാഹികളെ മാറ്റാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് NGO അസോസിയേഷനെ എത്തിച്ചത് എന്നാണ് ജാഫർ ഖാൻ ഒപ്പമുള്ള, അതായത് എതിർവിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. M ലിജുവാണ് ഇത്രയും പ്രശ്നത്തിലേക്ക് നയിച്ചതിന് കാരണമെന്നും അവർ വ്യക്തമാക്കി. എന്തായാലും ജാഫർ ഖാനെ സംസ്ഥാന പ്രസിഡന്റായി ഈ ചവറ ജയൻ ഇല്ലാത്ത കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാതെയാണ് ചവറ ജയൻ പക്ഷത്തുള്ള ഔദ്യോഗിക പക്ഷം ഈ ഓഫീസിനകത്ത് കയറി മറ്റു വിഭാഗത്തെ അകത്തേക്ക് കടത്തിവിടാതെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ കടന്നത്. ഇത് വലിയ സംഘർഷമായി മാറുകയും ചെയ്തു. മണിക്കൂറുകളോളം നേരം തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷൻ പരിസരം പൂർണ്ണമായും ഈ NGO അസോസിയേഷൻ പ്രവർത്തകരെ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു. അല്പം മുമ്പാണ് ഈ സംഘർഷത്തിന് അയവ് വന്നത്. എന്തായാലും രണ്ടുപേരും രണ്ട് സംസ്ഥാന പ്രസിഡന്റുമാരെ തീരുമാനിച്ച് മുമ്പോട്ട് പോകാനുള്ള തീരുമാനമാണ് ചവറ ജയൻ വ്യക്തമാക്കിയത്. താനാണ് നിലവിൽ സംസ്ഥാന പ്രസിഡന്റ്, ഇതിൽ മാറ്റമില്ല എന്നുള്ള കാര്യം ചവറ ജയൻ വ്യക്തമാക്കുമ്പോൾ ഒപ്പം തന്നെ ജാഫർ ഖാൻ വ്യക്തമാക്കുന്നത് പുതിയ സംസ്ഥാന പ്രസിഡന്റായി തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രണ്ട് വിഭാഗമായി, രണ്ട് പ്രസിഡന്റുമാരായി ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ കോൺഗ്രസിന്റെ സംഘടനയായിട്ടുള്ള NGO അസോസിയേഷനിലാണ് നിലവിലെ കോൺഗ്രസിലെ സമാന രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ NGO അസോസിയേഷനിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അസോസിയേഷനിൽ കാണുന്നത്. A ഗ്രൂപ്പിലെ ചിലരുടെ പരസ്യമായ ഒരു പിന്തുണ ഈ ജാഫർ ഖാൻ പക്ഷത്തിന് ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ M ലിജുവിനെതിരായ ശക്തമായ വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. M ലിജു പക്ഷമാണ് ഈ ചവറ ജയനെ തുടർച്ചയായി സംസ്ഥാന പ്രസിഡന്റായിരുത്തുന്ന നടപടിയുമായി മുന്നോട്ട് പോയത് എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കോൺഗ്രസിലെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത് NGO അസോസിയേഷനിലേക്കും ബാധിക്കുകയും തുടർന്ന് ഇപ്പോൾ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്ന് തന്നെ പറയാം. വിനിഷ.